അസ്സലാമലൈക്കും, നമസ്കാരം. ചങ്കള ജിദ്ദിന്ന് ഫാരിസ് പടപ്പറമ്പാണ്. ജിദ്ദ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഷറഫിയുടെ മുഖച്ചാണ്. ഒരു സമയത്ത് വ്യാഴം വെള്ളിയും ഷറഫിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ തള്ളല്ല. ഒരു 5-6 വർഷം പുറകിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജിദ്ദയിൽ ഷറഫിയിൽ വന്ന ആളുകൾക്ക് അറിയാതെ 6 വർഷം മുമ്പൊക്കെ ഷറഫി എന്തെന്ന അവസ്ഥ, അതായത് കൊറോണക്ക് മുമ്പ്. ഇന്ന് ഷറഫിയെ പറ്റ നിലച്ചുപോയി. കാരണം ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളൊക്കെ പൊളിച്ചുപോയി, സ്ഥാപനങ്ങളൊക്കെ പോയി. അവിടുന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ പോയി. എന്നാലും മാഷാ അല്ലാഹ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളും മാളുകളും ഇന്നും ഷറഫിയിലുണ്ട്. കുറെ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ഷറഫിയിലെ എല്ലാ കടകളും പൊളിച്ചു പോയി. അപ്പോൾ ആ തെറ്റിദ്ധാരണ വേണ്ട. ഷറഫിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പഴയ പോലെ തന്നെ ഉമ്മയും ബാപ്പയും അല്ലാത്ത എല്ലാ മുതലും, പണ്ടൊരു പഴമക്കാർക്കൊരു ചൊല്ലുണ്ട്, ഷറഫിയിൽ ചെന്നാൽ ഉമ്മയും ബാപ്പയും അല്ലാത്ത എല്ലാ മുതലും കിട്ടുന്നു. ആ അവസ്ഥ ഇന്നും ഷറഫിയിലാണ്. നിങ്ങൾ എന്ത് ആവശ്യമുണ്ടോ അതൊക്കെ ഷറഫിയിൽ കിട്ടും. നിങ്ങൾക്ക് നാട്ടിൽ പോകാനൊരു പെട്ടിയിട്ട് പോയാൽ മതി, അത് ഫുള്ളാക്കിയിട്ട് നിങ്ങൾക്ക് ഷറഫിയിൽ പോരാ. വേറെ ഒരു മാർക്കറ്റിലും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ മാഷാ അല്ലാഹ് ഇന്നലത്തെ ഒരു കാഴ്ചയാണ്. നമ്മളെ ഷറഫിയ പഴയ പ്രതാപത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഏകദേശം ആ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഷറഫിയ. ജനസാഗരങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഇതിന്റെ ഇടയിലൊരു കടലക്കച്ചവടക്കാരൻ കാക്കാനെ പണ്ടൊക്കെ കണ്ടിരുന്നു. കടലേ എന്ന് പറഞ്ഞു. മൂപ്പരെ കുറിച്ച് കേട്ടറിവ്, ഈ കടലെ വിറ്റ് കോടീശ്വരനായ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടറിവില്ല, കേട്ടറിവട്ടോ. അതേപോലെ ചുടുപായസം, പല പപ്പടം, പല പരിപാടികളും ഇതിന്റെ ഇടയിൽ നടന്നിരുന്നു ഇവിടെ, കച്ചവടങ്ങൾ. പക്ഷെ ഇന്ന് അവരൊന്നും കാണാനില്ല ഇവിടെ.